ഷെമിയ എന്താ ഹോട്ടലിന്റെ പേര്? അപ്പാ ഇടത്തില് പോയി ഫുഡ് അടിക്കല്ലേ ഇന്ന്? ഞാൻ കണ്ടത് എവിടെയാണ്? തെക്കേ ഭാഗത്ത്. ഞാൻ ഒന്നാമന്ന് കൊടുങ്ങല്ലൂർക്ക് കല്യാണത്തിന് പോകുമ്പോഴേ പണ്ട് ഞങ്ങള് ചടിക്കുളിച്ച തോടുകളാണ് അതൊക്കെ. ഇവിടെ ആകെ വാഴയൊക്കെ നിറഞ്ഞിക്കോള വാഴ. ഡോഗുകളാണ് എന്റെ മക്കൾക്ക്. ഡോഗുകളൊക്കെ കണ്ടിട്ട് ആകെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന റോട്ടിൽ നിറയെ ഡോഗ്. പള്ളി ഞങ്ങളുടെ ബ്രാലം മഹല് ഇതായിരുന്നു ഞങ്ങളുടെ പള്ളി. പിന്നെ ഞങ്ങള് പട്ടി ആ ശരി 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 ഇവിടെയാണ് ഞങ്ങൾ വലിയമാനൊക്കെ മറവ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പള്ളി. തണുമരിയ പബ്ലിക് സ്കൂൾ. നേരെ സമര സെന്ററിൽ വന്നിട്ട് ലെഫ്റ്റ് തിരിയണം ഇവിടെ നിന്ന്. അങ്ങനെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ പനങ്ങാട് സ്കൂളിന്റെ നേരെ മുന്നിലായിട്ടാണ് ഇടം ഹോട്ടല്. നല്ല തിരക്കൊക്കെ ഉണ്ട്. എന്റെ പൊന്നെ അങ്ങോട്ട് കടക്കാനുള്ള വഴി പോലും ഇല്ല, അത്രയും തിരക്കാണ്. എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്ന് നോക്കാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇടം ഹോട്ടലിന് മുന്നിൽ എത്തിയിട്ടാ. കാപ്പമ്മയൊക്കെ പറയലുണ്ട്. നമസ്കാരം, ജസ്ലലിയാണ്. ഞാനിപ്പോൾ അത് SM പുരത്തുള്ള ഇടം എന്ന പേരുള്ള ഒരു ഹോട്ടലിലാണ്. വമ്പൻ തിരക്ക് കാണുന്നില്ല നിങ്ങൾ? ആ തിരക്ക് തന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. സീ ഫുഡാണ്. വെറൈറ്റീസ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഫുഡുകളൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയി, ഇതുവരെ സീറ്റ് കിട്ടിയിട്ടില്ല. അതാണ് ഇവിടുത്തെ തിരക്ക്. എന്തായാലും നോക്കാം, ഫുഡ് കഴിച്ചിട്ട് കൂടുതൽ വിശേഷങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇടം ഹോട്ടലിൽ വന്നിട്ട് ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് ആകെ കിളി പോയിട്ട് നിൽക്കുക. പുറത്ത് നിൽക്കുന്നവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതാണ്. ചേട്ടാ സീറ്റ് ഉണ്ടോ? സംഭവം ഒരു വീടിനെ സെറ്റാക്കിയിട്ട് മുറ്റത്ത് ഒരു ചെറിയൊരു പന്തൽ പോലെ സെറ്റാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഫുഡിന് ഭയങ്കര പേരാണ്. സീ ഫുഡാണ് മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ ഫാമിലീസും ഒക്കെ ഉണ്ട്. ഇന്നത്തെ അവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഊണ്, ചെമ്മീൻ, കരിമീൻ, നെയ്മീൻ, കിളിമീൻ, കൂന്തൾ, കക്ക, ഞണ്ട്, കൊഴുവ, പള്ളത്തി, പൂഴാൻ, മീൻകറി, അതുപോലെ തന്നെ ബീഫുണ്ട്, ഹമൂറുണ്ട്, വെള്ളരിയുണ്ട്, ചെമ്പല്ലി, മാന്തള്, കോര, അയല, മത്തി, ഫിലോപ്പിയ, പിന്നെ എന്തോ സാധനം എഴുതിയിട്ടുണ്ട്, സിലാവ്. എൻ്റെ പൊന്നെ, ഇതൊക്കെ കഴിച്ചു വരുമ്പോഴേക്കൊരു പരുവാവും. കാണുന്ന നമ്മളുടെ ചാവക്കാട് കൊടുങ്ങല്ലൂർ നാഷണൽ ഹൈവേ ആണ്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മളുടെ ഇടം ഹോട്ടൽ ഉള്ളത്. ഫുഡ് അടിക്കാൻ വേണ്ടി മാസ്ക് വെച്ച് വന്നിരിക്കുന്ന കൊച്ചുമാനം പൊക്കി വന്നതിന് ഫുഡ് അടിക്കാനായിട്ട്. എങ്ങനെ അറിഞ്ഞത് ഇങ്ങനൊരു ഹോട്ടൽ ഇവിടെ ഉണ്ടെന്ന്? ഈ പരിസരത്തിൽ സീ ഫുഡ് നോക്കി ഇടം കണ്ടപ്പോൾ റിവ്യൂ നോക്കി ആവശ്യത്തിനുണ്ട്. അതെ, നല്ല റിവ്യൂ ആണോ? ഫുഡ് കഴിച്ചല്ലോ, എങ്ങനെയുണ്ട് അഭിപ്രായമൊക്കെ? നല്ല ഫുഡാണോ? ഇതൊക്കെയാണ് ആൾക്കാരുടെ അഭിപ്രായം. അപ്പോൾ ഈ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പറയൂ. ഇതാണ് നമ്മുടെ ചേട്ടൻ. നമ്മൾക്ക് വേണ്ടിയിട്ട് അവിടെ സ്പേസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. നല്ല മുളക് ചമ്മന്തി ഉണ്ട്, അടിപൊളി നല്ല പുളിയുള്ള തൈര്, ബീറ്റ്റൂട്ടിൻ്റെ ഒരു പ്രത്യേക കറിയുണ്ട്, ഉപ്പേരിയാണ്, വേറെ വേറെ ഐറ്റംസുകൾ ഉണ്ട്. ഈ ഫിഷിൻ്റെ ഐറ്റംസുകളൊക്കെ വരുന്നുള്ളൂ. How are you? കുറച്ച് വൈകിട്ടാണെങ്കിലും സാധനങ്ങൾ എത്തി. എന്തൊക്കെയാണ് സാധനങ്ങൾ? ചെമ്മീൻ ഏതാണ്? ചെമ്മീൻ എടുത്തു കിട്ടോ? ഞങ്ങൾ ചോറിട്ടപ്പോ കഴിയൂ. അതല്ലേ, അപ്പൊ ചെമ്മീൻ ഒന്ന്. പിന്നെ പള്ളത്തി ഒരെണ്ണം. പിന്നെ ഈ സാധനം ഒരെണ്ണം എടുത്തോ. പാൽക്കൊഴുവ അല്ലേ? ഓക്കെ. പിന്നെന്തിട്ടാ വേണ്ടത്? ചെമ്മീൻ അവിടെ കൂന്തളം ഒരെണ്ണം എടുത്തോ. ഇനി മീൻ പൊരിച്ചത് ഏതാണ്? അയില പൊരിച്ചത് ഒരെണ്ണം വെച്ചോ. ഇതെടുത്തോ. സെറ്റല്ലേ? സംഭവം നല്ല ടേസ്റ്റൊക്കെയാണ്. ക്ലാസ് ഐറ്റംസുകളാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അമ്മാനു ടേസ്റ്റ് ഉണ്ടാ? അയ്യാനെ ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാണോ? ടേസ്റ്റ് ഉണ്ടാ? ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടുള്ള ടേസ്റ്റിലുള്ള ഫുഡ് തന്നെ കിട്ടി. നല്ലതായിരുന്നു.
സ്പെഷ്യലി ഇവിടുത്തെ മോര് അടിപൊളിയാണ്. കറികളൊക്കെ നല്ല ഇരുമ്പുള്ളിയൊക്കെയുള്ള കറികളാണ് കേട്ടോ. നല്ല മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൾഫിൽ നിന്നും സേവ് ചെയ്ത് വെച്ച ഒരു റീൽസ് ആയിരുന്നു ഇടം റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഷെമി അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് എന്തിട്ടുണ്ട് ഷെമിയെ? അടുത്ത ടാസ്ക് ഷെമി ഇതുപോലെ കുറേ ടാസ്കുകൾ കണ്ടു വെച്ചിട്ടുണ്ടായില്ല. ഒരെണ്ണമാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ തീർത്തത് കേട്ടോ. എനിക്ക് ഒരുപാട് കറിയൊന്നും കൂട്ടി കഴിക്കുന്ന ഇഷ്ടമല്ല. മോരൊഴിച്ചപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ്. ഞാൻ മോരിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ഈ കറികളൊക്കെ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഈ മുളക് ചമ്മന്തി നല്ല ഇഷ്ടമായി. അതുപോലെ കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ കൂട്ടിയാണെങ്കിൽ പൊളിച്ചാനെ. പക്ഷെ ചോറിൻ്റെ കൂടെ വന്നത്. എന്നാലും അടിപൊളി, നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെയാണ്. എൻജോയ് ഇറ്റ്. ചേട്ടാ ഈ തിരക്ക് എല്ലാ ദിവസവും ഉണ്ടാവോ ഇതേപോലെ? അതെ അല്ലേ? അതെ അല്ലേ? ഓക്കെ. അതെ അല്ലേ? ഓക്കെ, ഉണ്ടാവും അല്ലേ? ആ ശരി ശരി. ഇതിപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ ഭക്ഷണം മാത്രമാണ്, വേറെ എന്തെങ്കിലും പരിപാടിക്ക് ഉണ്ടോ? ഉച്ചക്കലത്തെ ഫുഡ് തന്നെ അല്ലേ മെയിനായിട്ട്? ആ ശരി ശരി. ആ അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് വിട വാങ്ങണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സൂപ്പർ. ആ അമ്മ പറയുന്ന ഫുഡ് സൂപ്പർ ആയിരുന്നു എന്നാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നോക്കി നിൽക്കണ്. വാപ്പ എങ്ങനെ ഉണ്ടായി ഫുഡ്? ആ നല്ല ഫുഡാണെന്നാണ് വാപ്പയും പറയണത്. അപ്പോൾ വാപ്പയും അമ്മയും പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, അടിപൊളി ഫുഡാണെന്നാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വാ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്ഥലം വിടാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണും വരെ ബൈ.